ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. ഇന്ന് ഈശോയുടെ പുനരുത്ഥാനത്തിൻ്റെ ദിവസമാണ്, ഉയർപ്പ് തിരുനാൾ. എൻ്റെ അനുവാചകർക്ക് എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ ഏറ്റവും ഹൃദ്യമായ പ്രാർത്ഥനാശംസകൾ നേരുകയാണ്. ഹാപ്പി ഈസ്റ്റർ ടു ഓൾ ഓഫ് യു. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരുനാള്, ഏറ്റവും വലിയ അത്ഭുതം നടന്ന ദിവസമാണ് ഇന്ന്. 50 ദിവസത്തെ നോമ്പിൻ്റെ പരിസമാപ്തി, പ്രാർത്ഥനയുടെ പരിത്യാഗത്തിൻ്റെ പരസ്നേഹ പ്രവർത്തനത്തിൻ്റെ വഴിയിലൂടെ കഴിഞ്ഞ 50 വർഷങ്ങൾ, 50 ദിവസങ്ങൾ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ആ യാത്രയുടെ പുണ്യ സമാപ്തിയിലെത്തുമ്പോൾ നോമ്പ് വീടൽ, അത് എല്ലാ അർത്ഥത്തിലും നമുക്ക് നോമ്പ് വീടലാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പാലസ്തീനിലൂടെ, ജെറുസലേമിലൂടെ വിശുദ്ധനാട് തീർത്ഥാടനത്തിന് പോകുവാൻ ദൈവകൃപയാൽ പലവട്ടം ഇടവന്നിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുള്ളവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ക്രിസ്തുനാഥൻ്റെ മനോഹരമായ ഒരു തിരുസ്വരൂപം കഫർനാമിൽ ഈശോ താമസിച്ചിരുന്ന ഭവനത്തിൻ്റെ സമീപത്ത് വളരെ മനോഹരമായി സ്ഥാപിച്ചിട്ടുണ്ട്. ആ തിരുസ്വരൂപത്തിന് മുമ്പിൽ വിദേശ ടൂറിസ്റ്റുകൾ ഒക്കെ എത്തുമ്പോൾ എല്ലാ വാഹനങ്ങളിലും ടൂറിസ്റ്റ് ഗൈഡുകൾ ഉണ്ടാകുമെങ്കിലും ചില സ്ഥലങ്ങളിൽ ചില ലോക്കൽ ഗൈഡുമാരുണ്ടാകും. വളരെ മനോഹരമായി ഇംഗ്ലീഷ് പറയുന്ന ഒരു കൊച്ചു ബാലൻ ഒരു യാത്രാസംഘത്തിന് മുമ്പിൽ എത്തുകയാണ്. അവൻ മനോഹരമായി ക്രിസ്തുവിനെ തൻ്റെ ടൂറിസ്റ്റുകളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. അവൻ ബെത്ലഹേമിൽ ജനിച്ചതിനെക്കുറിച്ചും അവൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നുവെന്നും അവൻ കടന്നുപോയ വഴികൾ, അവൻ താമസിച്ച കഫർനാമിലെ ഭവനം, അവിടെ വെച്ച് നടന്ന അത്ഭുതങ്ങൾ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയതടക്കമുള്ള നിരവധി കഥകൾ. ചരിത്രത്തിൻ്റെ താളുകളിലൂടെ കൃത്യമായി പരതി നടന്ന് ഒരുപാട് വിശേഷങ്ങൾ യേശുവിനെ കുറിച്ച് അവൻ പറഞ്ഞു. സങ്കടത്തോടെ അവൻ പറഞ്ഞു, അവനെ ഞങ്ങളുടെ പുരോഹിതന്മാരും ജനപ്രമാണികളും പരിസയ പ്രമുഖന്മാരുമെല്ലാം ചേർന്ന് നിയമത്തിൻ്റെ കുരുക്കിൽ കൊടുക്കി വിജാതീയർക്ക് റോമൻ ഭരണകൂടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അവരവരെ ക്രൂരമായി കൊന്നു സാർ. ഈ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ അവൻ്റെ കയ്യിലേക്ക് അവിടെ ഉണ്ടായിരുന്ന അനുവാചകർ, ടൂറിസ്റ്റുകൾ കുറേ ചില്ലറ തൊട്ടുകൾ വെച്ച് കൊടുത്തു, ഷെക്കലിൻ്റെ. നിറമനസ്സോടെ സന്തോഷത്തോടെ ടാറ്റ പറഞ്ഞ് അവൻ ആ ടൂറിസ്റ്റ് സംഘത്തെ യാത്രയാക്കി. ആ ടൂറിസ്റ്റ് സംഘം മെല്ലെ മുന്നോട്ട് നീങ്ങി അവിടെ വാഹനത്തിൽ കയറുന്ന സമയം ഈ ഇടയബാലൻ വലിയ തിരക്കിൽ ഓടി വന്ന് ഏറ്റവും മുമ്പിൽ നടന്നിരുന്ന വൈദികൻ, അവരുടെ ടൂറിസ്റ്റ് ഗൈഡ്, അവരുടെ നേതാവ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ച് കുലുക്കിയിട്ട് പറഞ്ഞു, സാർ സാർ സാർ, ഒരു കാര്യം ഞാൻ പറയാൻ പറ്റും. അവൻ 3-ാം ദിവസം ഉത്ഥാനം ചെയ്തു. മരണത്തെ കീഴടക്കി നിത്യജീവന്റെ കവാടം തുറന്ന് അവൻ ഉത്ഥാനം ചെയ്തു സാർ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുനാഥൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള വിശേഷങ്ങളൊക്കെ എല്ലാ ക്രിസ്ത്യാനിക്കും ഒരുപാട് പ്രിയപ്പെട്ട വിഷയം. ക്രിസ്തുനാഥൻ്റെ മരണമാണ് ഒരുപക്ഷെ നമ്മുടെ മനസ്സുകളിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞ സംഭവം. അതുകൊണ്ട് തന്നെ ഉറപ്പാണ്, എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും ഭവനങ്ങളിൽ ഒന്നോ അതിലധികമോ കുരിശുരൂപങ്ങളുണ്ട്, പല മുറികളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാകും. ഈശോയുടെ ജീവൻ തുടിക്കുന്ന, ചോര തുളുമ്പുന്ന
ചോര ചിന്തിയ തിരുസ്വരൂപത്തിൻ്റെ കരളലിയിക്കുന്ന രൂപം നമ്മൾ എല്ലാ ഭവനങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ എത്ര പേരുടെ ഭവനത്തിൽ ഉദ്ധിതനായ ഈശോയുടെ ചിത്രമുണ്ട്? ഉദ്ധിതനായ ഈശോയുടെ തിരുസ്വരൂപമുണ്ട്? നമ്മുടെ ഇടവക പള്ളിയിലല്ലാതെ വേറെ എവിടാനുള്ള എന്തേ ഉദ്ധിതൻ്റെ രൂപം നമ്മുടെ ഭവനങ്ങളിൽ ഇല്ലാത്ത? ഉദ്ധാനം ഏറ്റവും വലിയ അത്ഭുതമാണ് എന്ന് പ്രഘോഷിക്കുമ്പോഴും ഈ അത്ഭുതത്തിൻ്റെ തിരുനാള് നമ്മളാരും വലിയ ആഘോഷമായിട്ട് കൊണ്ടാടുന്നില്ല എന്നതാണ് സത്യം. ഈ തിരുവുദ്ധാനം നമ്മുടെ ഹൃദയങ്ങളിലെ വലിയ സ്ഥാനമൊന്നും നേടിയിട്ടില്ല എന്നതാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയണം, ഈ തിരുവുദ്ധാനമാണ് ക്രിസ്തുവിനെ വേറിട്ടതാക്കിയത്. ലോകചരിത്രത്തിൽ മതങ്ങൾ സ്ഥാപിച്ച ഒരുപാട് പേര് യേശുവിനെ പോലെയോ യേശുവിനേക്കാൾ ക്രൂരമായിട്ടോ വധിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ മണ്ണടിഞ്ഞ് ചില ശവകുടീരങ്ങളിൽ ഉറങ്ങുകയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച ഒരുപാട് പേര് ശവകുടീരങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നു. പയ്യാമ്പലമടക്കമുള്ള ഒരുപാട് കടൽ തീരങ്ങളിൽ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ ഒരുപാട് പേരുടെ ശവകുടീരങ്ങൾ നമ്മൾ കാണും. ഉമ്മൻചാണ്ടിയുടെ മൃത ശവശരീരം കാണാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പുതുപ്പള്ളി പള്ളിയുടെ കവാടത്തിലെത്താറുണ്ട്, ശവകുടീരത്തിലെത്താറുണ്ട്. ഈ ശവകുടീരങ്ങളുടെയൊക്കെ മുകളിൽ എഴുതി വച്ചിട്ടുള്ളൊരു വാക്യമുണ്ടല്ലോ, ഇവിടെ ഉറങ്ങുന്നവൻ, ഇവിടെ കിടക്കുന്നവൻ അത് ഇന്ന നാളിൽ ജനിച്ചു, ഇന്ന നാളിൽ മരിച്ചു, തീർന്നു അവൻ്റെ ചരിത്രം. എന്നാൽ ലോകത്തിൽ അവൻ അടക്കം ചെയ്യപ്പെട്ട കല്ലറയിൽ, അവൻ ഉദ്ധിതനായ കല്ലറയുടെ മുമ്പിൽ എഴുതി വെക്കാൻ ഒരൊറ്റ വാക്യം മാത്രം: അവൻ ഇവിടെ ഇല്ല. തുറക്കപ്പെട്ടൊരു കല്ലറ അവൻ്റേത് മാത്രം. നിത്യതയിലേക്ക് പറന്നുയർന്ന, സ്വർഗാതിസ്വർഗത്തിലേക്ക് അന്ത്യവിധിയാളനായി മടങ്ങി വരാനായി കടന്നുപോയവൻ്റെ ചിത്രം അവിടെ മാത്രമേ. ഈ ഉദ്ധിതൻ്റെ ശൂന്യമായ കല്ലറയാണ് പ്രിയപ്പെട്ടവരെ ഈ ലോക ചരിത്രത്തിൽ യേശുവിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ഉദ്ധിതനായവൻ മഗ്ദല മറിയത്തിനും ശിഷ്യന്മാർക്കുമൊക്കെ പലവട്ടം പ്രത്യക്ഷപ്പെട്ടു. താൻ ഉദ്ധിതനായി എന്ന ചരിത്രം ഉൾക്കൊള്ളാനാവാതിരുന്നവരുടെ ഹൃദയങ്ങളിൽ യാഥാർത്ഥ്യബോധം നിറച്ച് അവൻ പറഞ്ഞുകൊടുത്തു. വിശ്വസിപ്പിക്കാൻ വേണ്ടി അവൻ അവരുടെ കൂടെ ഇരുന്ന് മീൻ കൊട്ടി ചോറുണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുനാഥൻ്റെ ഉദ്ധാനം അവൻ്റെ കൂടെ നടന്ന 12 പേർക്ക് പോലും ദഹിക്കാത്ത വിഷയമായിരുന്നു. അതുകൊണ്ടാണ് യേശുവിനെ കണ്ടപ്പോൾ അവർ ആകുലപ്പെട്ടതും ഉത്കണ്ഠപ്പെട്ടതും ഭീതിയോടെ നോക്കിയത്. മഗ്ദല മറിയം യേശുവിനെ കണ്ടപ്പോൾ അവനൊരു തോട്ടക്കാരനാണെന്നാണ് കരുതിയത്. ഈശോ അവളെ നോക്കി വിളിച്ചപ്പോഴാണ് അത് തൻ്റെ നാഥനാണ്, രക്ഷകനാണ്, ദൈവമാണ് എന്നവർ തിരിച്ചറിഞ്ഞത്. നമുക്കും അവനിലുള്ള വിശ്വാസം ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കാൻ ഈ തിരുനാൾ കാരണമാകട്ടെ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ജനനത്തിൻ്റെ സദ്വാർത്ത ആദ്യമായി തിരിച്ചറിഞ്ഞത്, കേട്ടത് ബെത്ലഹേമിലെ മലഞ്ചെരുവിലെ ആട്ടിടയന്മാരായിരുന്നുവെങ്കിലും 12 ശിഷ്യന്മാരിൽ നിന്നും മറച്ചുവെച്ച ദിവ്യരഹസ്യം, ഉദ്ധാനത്തിൻ്റെ പുണ്യത്തിൻ്റെ ആദ്യത്തെ പ്രത്യക്ഷപ്പെടൽ അവൻ നടത്തിയത് മഗ്ദല മറിയത്തിൽ. ഹൃദയം കൊണ്ട് തന്നെ സ്നേഹിക്കുന്നവർക്ക്, ഹൃദയപൂർവ്വം തന്നോട് ചേർന്നിരിക്കുന്നവർക്ക് അവിടുന്ന് നൽകുന്ന സദ്വാർത്തയാണ് പ്രിയപ്പെട്ടവരെ തിരുവുദ്ധാനം. ആ
ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ യേശുനാഥൻ നമ്മളെ എല്ലാവരെയും വിളിക്കുന്നു. നമുക്കും പ്രത്യാശ പകരാനാണ് ഈ തിരുനാൾ. ദുഃഖവെള്ളിയാഴ്ച നാം അനുസ്മരിച്ചതുപോലെ ഒരു ദുഃഖവെള്ളി കൊണ്ട് ഒന്നും തീരില്ല. ദുഃഖവെള്ളിക്ക് ശേഷം ഉയർപ്പ് തിരുനാൾ വന്നേ പറ്റൂ. ഒരു മല കയറിയാൽ ഒരു ഇറക്കം. ദുരന്തത്തിൻ്റെയും സങ്കടങ്ങളുടെയും നൊമ്പരങ്ങളുടെയും കാലത്തിനപ്പുറം അനുഗ്രഹത്തിൻ്റെ പറുദീസ തീർക്കുന്ന ഒരു പുണ്യജനനം നമുക്കുണ്ടാവും. പുണ്യ തിരുവുത്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതിനെ നാം പാടാറില്ലേ? ഇലവഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. ആർത്ത് ഇരമ്പുന്ന തിരമാലകൾക്കുമപ്പുറം ശാദ്വലമായൊരു തീരമുണ്ട് എന്നത് നമുക്ക് മറക്കാൻ പറ്റാത്ത രഹസ്യമാണ്. ഈ ലോകത്തിലെ സങ്കടങ്ങൾ നമ്മളെ നിത്യനാശത്തിലേക്കല്ല കടത്തിവിടുക. അത് പ്രത്യാശയോടെ, സഹിഷ്ണുതയോടെ, സഹന ബോധ്യത്തോടെ ഏറ്റെടുക്കാൻ ഞാനും നിങ്ങൾ തയ്യാറാകുന്നു. ബുദ്ധിതൻ അവിടെ നമുക്ക് വേണ്ടി കൊട്ടാരമൊരുക്കി കാത്തിരിക്കും. ഈ ലോകത്തിലല്ല നമ്മുടെ നിക്ഷേപങ്ങൾ വയ്ക്കേണ്ടത്. പരലോകത്തെ ലക്ഷ്യം വെച്ച് നീങ്ങണമെന്ന് അവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇടമൊരുക്കാൻ വേണ്ടി ഞാനിതാ. അവൻ്റെ യാത്ര ഒരുപക്ഷെ 50-ാം ദിവസം പന്തക്കോസ്ത് തിരുനാളിൽ അവൻ സ്വർഗത്തിലേക്ക് 40-ാം ദിവസം സ്വർഗത്തിലേക്ക് കരേറി പോകുന്ന യേശുവിൻ്റെ ചിത്രം. പരിശുദ്ധാത്മാവിനെ അയച്ച പന്തക്കോസ്ത് നാളിൽ 50-ാം ദിവസം ശിഷ്യന്മാരെ നിറച്ച സംഭവങ്ങൾ. ഈ 2 തിരുനാളുകൾ ഇനി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ബുദ്ധിതനായ തമ്പുരാൻ മഹത്വരൂപനായി സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന നിമിഷം പിതാവിനോടൊത്ത് നിത്യം വാഴുന്ന ആ തമ്പുരാൻ്റെ പക്കലേക്ക് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും കടന്നു പോകേണ്ടത്. ആ അനുഗ്രഹത്തിൻ്റെ തീരത്തേക്ക് ഞാനും നിങ്ങളും കടന്നു വരുന്നത്. ആ അനുഗ്രഹത്തിൻ്റെ നാഥനാണ് അന്ത്യവിധി നാളിൽ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരാൻ പോകുന്നത്. ദുഷ്ടനെയും ശിഷ്ടനെയും വേർപിരിച്ച് ദുഷ്ടന് തീനരകവും അവനെ സ്നേഹിക്കുന്ന വിശ്വസ്തരായ കുഞ്ഞാടുകൾക്ക് സ്വർഗസൗഭാഗ്യം പ്രദാനം ചെയ്യാനായി അവൻ വീണ്ടും വരുന്നു. ഈ പ്രത്യാശ നമുക്ക് നൽകുന്നത് ഈ തിരുവുത്ഥാനത്തിൻ്റെ രഹസ്യം. ആ രഹസ്യത്തിൻ്റെ ഭാഗവാക്കുകളാണ് എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ. ബുദ്ധിതൻ്റെ ശൂന്യമായ കല്ലറ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രത്യാശ. ആ കല്ലറയോട് ചേർന്നിരുന്ന് കർത്താവിൻ്റെ തിരുവുത്ഥാനത്തെ രഹസ്യങ്ങൾ ധ്യാനിക്കാൻ സാധിക്കട്ടെ. ബുദ്ധിതൻ നമുക്ക് പ്രദാനം ചെയ്യുന്ന നിത്യമായ സമാധാനവും ശാന്തിയും ഹൃദയത്തിൻ്റെ പുണ്യമായി ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ബുദ്ധിതൻ ശിഷ്യന്മാരോട് ആവർത്തിച്ചു പറഞ്ഞ ഒരേ വാക്ക് നിങ്ങൾക്ക് സമാധാനം. ആ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നിറയണമെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകണമെങ്കിൽ ഈ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും നൊമ്പരപ്പാടുകളുടെയും വഴിയിൽ അവൻ നമുക്ക് സാന്ത്വനമായിട്ടുണ്ട് എന്ന പ്രത്യാശ. വലിയ സാഗരത്തിൻ്റെ മധ്യത്തിൽ പ്രത്യാശയുടെ തുരുത്ത് തീർക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദൈവം നമുക്കുണ്ട് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ആ ഉദ്ധിതൻ്റെ കരങ്ങളിൽ ചേർത്ത് പിടിച്ച് പുള്ളിൻകൊമ്പിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് എന്ന ഉറപ്പോടെ പ്രത്യാശ കൈവിടാതെ അവനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഒരിക്കൽ കൂടി ഏവർക്കും ഈ പുണ്യദിനത്തിൻ്റെ തിരുവുത്ഥാനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. ഉദ്ധിതനായ തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.